ഹായ് സെൽഫി ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജിസാനിലെ അഖ്ബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐലൻഡിലേക്കുള്ളൊരു യാത്രയാണ്. അടിപൊളി എൻ്റർടൈൻമെൻറ്റ് ട്രിപ്പാണ്. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, എവിടേക്കാ? ബീച്ചിലേക്കോ? മീൻ പിടിക്കാനോ? ഷെസ് മീൻ പിടിക്കാൻ പോവാ? തൊപ്പിയൊക്കെ ഇട്ട് എവിടേക്കാ പോണ്? ഇവിടെ രാവിലെ എവിടെ പോവാണ്? അങ്ങനെ സുബൻസ്കാരം കഴിഞ്ഞ് രാവിലെ തന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 6 മണിന്റെ ഉള്ളിലായിട്ട് അവിടെ സ്പോട്ടിൽ എത്തണം എന്ന് പറഞ്ഞാണ്. അങ്ങനെ പോണ പോക്കിൽ ബൂഫിയെ കയറിങ്ങാണ്ട് മുട്ടപ്പൊറാട്ട കഴിച്ചിട്ടാണ് പോയത്. രാവിലെ മീൻ പിടിക്കാൻ പോണ ആൾക്കാരാണ്. അങ്ങനെ ധനൂപിന്റെ ബാക്കിലൂടെയുള്ള എൻട്രൻസിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞങ്ങൾ കൂടുതലുള്ളവരെ കുറച്ച് നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാന്നാണ് വിളിക്കുന്നത്. നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടുന്ന് പിന്നെ അഖ്ബാർ ദ്വീപ് എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് മീൻ പിടിക്കാനും പിന്നെ ആ ദ്വീപ് പോയിട്ട് ഒന്ന് കുളിക്കാനും എല്ലാം കൂട്ടുള്ള ഒരു യാത്രയിലാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും യാത്ര പോകുന്ന ഓരോരുത്തരും ഒരു ബോട്ടിൽ ഏകദേശം ഒരു 12 ആൾക്കാണ് അലൗഡ് ഉള്ളത്. എല്ലാവരും ഇക്കാമ അവിടെ രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. അതിന്റെ തിരക്കിട്ട പണിയിലാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് വേറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചാന്ന് കുടിച്ചില്ല? തിരക്കായിട്ട് വേഗം പോകുന്നില്ലേ? പെട്ടെന്ന് കുടിക്കി അങ്ങനെ ആദ്യത്തെ ബോട്ടിലേക്കുള്ള 12 ആളെ ആദ്യം അതിലേക്ക് വിളിച്ച് കയറ്റി. രണ്ടാമത്തെ ബോട്ടിലുള്ള ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ആറേ മുക്കാൽ 7 മണിന്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട്. അപ്പോഴാണ് ഒരു മീനിന്റെ ബോട്ടാന്ന് തോന്നുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട്. ഏത് ബോട്ടാന്ന് അറിയുന്നില്ല, കണ്ടിട്ട് മീനിൻ്റെന്ന് തോന്നുന്നുണ്ട്. വേറെയും ബോട്ടുകളൊക്കെ അവിടെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ച് ആദ്യം യാത്ര പുറപ്പെട്ട ഞങ്ങളാണെങ്കിലും അതിന്റെ തൊട്ട് പിന്നാലുള്ള ബോട്ട് ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് പറക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. വിട്ടുകൊടുക്കാൻ ഞങ്ങളും തയ്യാറായില്ല. ഞങ്ങളും പറപ്പിച്ച് വിട്ടിട്ടോ ബാക്കിൽ. മൂന്നാമത്തെ ബോട്ട് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോയി. അടുത്ത് പുറത്തേക്ക് നങ്കൂരായിട്ടാണ് അല്ലേ? മുമ്പിലേക്ക് ഇല്ല, അങ്ങോട്ടോ ആ കൂട്ടത്തിൽ ഇങ്ങോട്ട് പാട്ട് പോയി. ഏകദേശം നടുക്കടലിലെത്തിയപ്പോ ബോട്ടുകളൊക്കെ നങ്കൂരിട്ടിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റായിട്ട് ഞങ്ങളെ കൂടെയുള്ള ബോട്ടുകളൊക്കെ അപ്പുറത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. നല്ല അയല നല്ല എന്താ പറയാ ഫ്രഷ് അയലാണ് നമ്മള് ഇരയായിട്ട് കണ്ടത് കേട്ടോ. ആർക്കാ ഇര വേണ്ടി? ഇര ഇല്ലല്ല, ഞാൻ ഇരേണ്ട ആളാ. എന്നാ സുൽത്താനാ ഒന്ന് പറയാ. ഇര വേണ്ടിട്ടോ ആവശ്യക്കാർ എടുത്തോളിയാ. എന്താ നടക്കുവോ നിങ്ങൾ ഇങ്ങനെ നടക്കോ? അതെയോ? ചെറിയ പരിപാടിക്കൊന്നും നമുക്കറിയില്ല. മൈദമലാണ് തുടക്കം. ഏതായാലും മത്സരിച്ച് കണ്ടുള്ള പിന്നെ മീൻപിടുത്താണ് ആർക്കാണ് ആദ്യം കിട്ടാന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ.
ആദ്യം ആർക്കാ മീൻ കിട്ടാന്നാണ് നോക്കുന്നത്. അപ്പോഴേക്ക് നമ്മളെ തൊട്ട് മുമ്പിലുള്ള ബോട്ടുകാർക്ക് ചെറിയൊരു എന്താണ് പറയാ, ഒരു കല്ലുമപ്പറ്റിനെ കിട്ടിക്കണ. 1.5 അയിലാണ് ഇപ്പൊ തിന്നാൻ കൊടുത്ത്. മുക്കുവൻ സുൽത്താൻ ഇത് ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. എന്താ നടക്കോ? കൊത്തുന്നുണ്ടോ? എരയുന്നുണ്ടോ? ഹലോ ബൈ, എന്താ അവസ്ഥ? കൊത്തില്ലേ? അയിലപ്പത്തിനാ തിന്ന് മീന്? 1.5 അയില ഇപ്പൊ തിന്നു. അങ്ങനെ രണ്ടാമത്തെ മീനും കിട്ടി. സലീമാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്ത് മീനാണത്? പേരെന്താ? ബയാദ് അല്ലേ? അമ്മൂറോ? ഓക്കെ. ഹലോ യുസിരെ, എക്സ്ട്രാ ബക്കറ്റ് ഉണ്ടോ കയ്യില്? എക്സ്ട്രാ ബക്കറ്റ് ഉണ്ടോന്ന് പറഞ്ഞ തരട്ടോ. എന്ത് പരുന്ത് പറക്കുണ്ടോ? എവിടെ പരുന്തുകള്? അതാ പരുന്ത്, അതാണ്. നാലാമത്തെ മീൻ ഇതാ വലിച്ചിടുകയാണ് സലീം. ഇതാ നാലാമത്തെ വലിയ മീൻ ഇതാ. ഇവിടെ അതിന്റെ ആവശ്യമില്ല. കിട്ടാണ് നല്ല വലുതായിട്ട് കിട്ടാം. കടൽ കാക്കകൾക്ക് നമ്മൾ മീൻ ഇവിടെ ഇട്ട് കൊടുക്കണ്ടോ? ഏറിന് അത് കൊത്തുന്ന വെക്കുക വേണ്ടേ? ഇവിടെ ഉണ്ടോ? കടുത്തുണ്ടോ? അടുത്ത് തട്ടെ. സുൽത്താൻ ഇടാൻ പോവാണ്. കിട്ടിയോ? യാ മോനെ, വലി കണ്ടിട്ട് കനത്തിലാട്ടോ. കനത്തിലുള്ള വലിയാണ്. കിട്ടിണ്ട്. സുൽത്താൻ അതാക്കണ വലിയൊരു ആമൂർ. എന്താണ് നിങ്ങളടുത്ത് ബക്കറ്റിനെ കൊണ്ട് തരും മക്കളെ. അങ്ങ് ബക്കറ്റില്ലാത്തോണ്ട് ഒഴിവാക്കിയതാ. വലിയ അതൊക്കെ ചെറുത് സുൽത്താൻ പിടിച്ചത്. അതൊക്കെ ഞങ്ങളെ സുൽത്താൻ പിടിച്ചത്. അയറ്റാ 4 ഞങ്ങളുടെ അടുത്ത്. അയറ്റാ 4 ഞണ്ടായിട്ടാ വലുത് 4. അടുത്ത വലിയ അമൂറ്. മെല്ലെ വലിച്ചു കൊടുക്കേറ്റ്. മെല്ലെ കെട്ടിതാ. മീനെ പിടിച്ചോക്ക്. മീനെ വലിച്ചൊക്കെ പേരില്ലേ? മീനല്ലേ? ഓരോരുത്തർ ചാടി. എന്താ നോക്കിയാ? പടച്ച തമ്പുരാനെ, പാവയിപ്പോല്ലോ. അയ്യടാ, അതിനെങ്ങനെ രക്ഷപ്പെടുത്ത്? ശംസോ അതിനൊന്ന് രക്ഷപ്പെടുത്ത്. ശംസോ ആ ബാക്കിൽ അതിനൊന്ന് രക്ഷപ്പെടുത്ത്. ആ മീൻ അടച്ചിക്ക്. അയച്ചി. ഇവിടെ കൊക്ക് ഇതുമ്പോ കുടുങ്ങി. മീൻ കൊത്തിയതല്ലേ? എവിടെ കുടുങ്ങി? അത് തിന്നാൻ തന്നെയാണല്ലോ. വിടുന്നില്ല അല്ലേ? ഒന്ന് വായ പൊക്കി പിടിക്കാന്ന്. അതായത് ഞങ്ങളെ മീനിനെ ഇത് കടിച്ചിട്ട് മീൻ കൊത്തിയിട്ട് വിടുന്നില്ല. അപ്പോ എവിടെ അത് കുടുങ്ങിയെന്ന് മനസ്സിലാവുന്നില്ല. രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ അറക്കേണ്ടി വരും ഇപ്പൊ. പാവം. അത് മെല്ലെ ഇതുകൊണ്ട് എടുത്തോള്. മുണിങ്ങാലാകെ പ്രശ്നം വരും. അപ്പോഴേക്ക് ആമൂർ അവിടെ കിട്ടി. മീൻ പിടിച്ചെടുക്കാൻ ഇവിടെ പോയോ? കിട്ടിയോ? അല്ല, എന്താ ഇവിടുത്തെ കഴിഞ്ഞോ? മീൻ കഴിഞ്ഞല്ല. ഒന്ന് സ്ഥലം മാറി പിടിക്കാന്നല്ലേ കൊടുത്തിക്കണ. ഇനി അടുത്ത സ്ഥലത്തേക്ക് മാറാണല്ലേ? എന്നാലേ മക്കളെ വലിച്ചാളി. ഹലോ, എല്ലാരും തിരിച്ചാളി കേട്ടോ. വെറുതെ 4 കിലോ അയില എടുത്ത് എന്നല്ലാതെ നിങ്ങൾ കൊണ്ടൊന്നൊരു. ഓക്കെ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാം. പണ്ടോരോ മുക്കുവൻ മുത്തിന് പോയി, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയേ. ബാബന്റെ അടുത്ത്
ഇവിടുത്തെ കാഴ്ച കണ്ടോ? നമ്മൾ ഈ വെള്ളത്തിന്റെ കളറ് മാറുന്ന കാഴ്ച ഉണ്ടല്ലേ? നമ്മൾ ഈ ദ്വീപിന്റെ ലാസ്റ്റിലേക്ക് ഇത് അവിടേക്ക് എത്തുമ്പോ, ദ്വീപിന്റെ അടുത്തേക്ക് എത്തുമ്പോ പച്ച വെള്ളം, പച്ച കളറുള്ള വെള്ളം. കണ്ടില്ലേ? ചാടാൻ പോവാ? അതെ അതെ. എവിടുന്നാ ചേട്ടൻ? അവിടെ എത്തി ചാടിയാൽ മതി. അല്ല, ഇവിടെ നല്ല വെള്ളമായിരിക്കും കേട്ടോ. അവിടെ കേറില്ല. സുൽത്താൻ ചാടാൻ പോവാണ്. സുൽത്താൻ എടുത്ത് ചാടാൻ പോവാണ്. കുറച്ചുകൂടെ പോയിക്കോട്ടെ, കുറച്ചുകൂടെ പോയിക്കോ. ആ, എന്നാ ചാടിക്കോ 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 ചാടിക്കോ, എടുത്ത് ചാടിക്കോ. എന്നാ കുറച്ചുകൂടി. ഇതാ ഞങ്ങളിതാ എത്താൻ പോവാണ്. ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. ഇല്ലല്ല, അതിനകത്തൊന്നുമില്ല, അതിനകത്തൊന്നുമില്ല, വെള്ളമൊന്നുമില്ല, അതിനകത്തില്ല. ഇതൊക്കെ നമ്മളെ കൂടുതലുള്ള ആളുകളൊക്കെ ഇതാ 2 ബോട്ടിന്റെ ആൾക്കാർ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. സുൽത്താൻ വെള്ളത്തിൽ ചാടി എല്ലാം കൂടി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് അവിടെ? അല്ല, വെള്ളം നിലത്ത് തട്ടാൻ കഴിഞ്ഞോ? നിലത്ത് ചവിട്ടാൻ കഴിഞ്ഞോ? ഇല്ല, ഫുള്ള് വെള്ളം. അതെയോ? വെള്ളം എങ്ങനെ? വെള്ളം കുടിച്ചോ? ഏതായാലും വെള്ളത്തിൽ ചാടിയത് ഭയങ്കര രസമായിരുന്നു. അല്ല അല്ല, പിടിച്ചു പിടിച്ചു പിടിച്ചു. ആ, അടുപ്പിച്ചു കൊടുക്കും. കേറി 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 കേറി. അവിടെ ഇവിടെ ചൂണ്ടിട്ട മീറ്റ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറക്കി നിങ്ങൾ മീൻ പിടിക്കാൻ പോവാണല്ലേ? ഇനി നിങ്ങൾ ഒരു കൊട്ട മീനായിട്ട് വരും നിങ്ങള്. ഞങ്ങൾ അപ്പോഴൊക്കെ ഒന്ന് കുളിച്ചാൽ കേട്ടോ. ഓക്കെ, മതി. ആയില്ല. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഒരു കൊട്ട മീനായിട്ട് വരും കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. മാഷാഅല്ലാഹ്, എന്ത് രസമുള്ള ദ്വീപിന്റെ വെള്ളം കണ്ടില്ലേ? വെള്ളം കണ്ടില്ല? എന്ത് ക്ലിയറുള്ള വെള്ളം നോക്കിയേ. ഇവിടെ നിന്നുള്ള ആർമാദിക്കലാണ് ഇനി. അപ്പൊ നമ്മളെ 3ാമത്തെ കൂട്ടുകാർ ഇവിടെ ക്ഷീണത്തിലാണ്. ക്ഷീണം മാറ്റാനുള്ള മാഷാഅല്ലാഹ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതെന്താണ്? കലത്തപ്പോ. മാഷാഅല്ലാഹ്. അപ്പൊ മീനൊക്കെ പിടിച്ച് ക്ഷീണത്തിലാണ് നാസിർക്കായും ജസ്മൽക്കായും ഒക്കെ. അതിന്റെ ക്ഷീണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുങ്ങിയോ? കുളിക്കാൻ ഒരുങ്ങിയോ? നിങ്ങളൊക്കെ റെഡിയാ? സെറ്റാ? ആ, ഷെസു, മണ്ണ് ചോട്ടരുത്. മണ്ണ് ചോട്ടരുത്. എന്താണ്? ഡ്രസ്സൊക്കെ മാറിയിട്ട് കുളിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. ഹലോ നാസിർക്ക, എന്താണ് അഖ്ബാർ ദ്വീപിനെ കുറിച്ചിട്ട്? എത്ര വർഷമായി ഇപ്പൊ അവിടെ ജിസാനില്? 30 വർഷമായിട്ട് ജിസാനിലുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങോട്ട് ഓടിയാൽ കിട്ടുന്ന അഖ്ബാർ ദ്വീപിനെ കുറിച്ച് അറിയില്ലായിരുന്നു? അങ്ങനെ കേട്ടിരുന്നു, പക്ഷെ ഒരു സൗകര്യമായി വന്നതില്ല. 30 വർഷത്തിന് ശേഷം എന്നാണ് ഇപ്പൊ അതിന്റെ സൗകര്യം ഒത്തു വന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ദ്വീപ് എന്ന് പറഞ്ഞാല്? പുള്ളി വൈബ് തന്നെയാണല്ലേ? ഭയങ്കര രസമാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? ചെറിയൊരു ഏരിയയുള്ള ദ്വീപാണെങ്കിലും ഇവിടെ വന്ന് കുളിക്കാനും ചാടാനൊക്കെ അല്ലേ, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഒക്കെ അല്ലേ? ഇന്ന് ഒരുപാട് ആള് വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷാ അല്ലാഹ്. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന പറയുന്നത് കണ്ടോന്ന്? അങ്ങനെ രണ്ടാളും പൊങ്ങി കിടക്ക. തടിയന്മാർക്കേ നടക്കുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ അല്ലേ? എന്താണ് അതിന്റെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞത്? എങ്ങനെയാണ് വെള്ളത്തിലെ പൊങ്ങി കിടക്കുന്ന ട്രിക്ക്? അതെയോ? എനിക്ക് തോന്നുന്നത് തടി കൂടണം തോന്നുന്നുണ്ട്, അല്ലാതെ നമുക്കൊന്നും പറ്റില്ല അല്ലേ? ഉള്ളവർക്ക് നമുക്കൊന്നും പറ്റുന്നില്ല. കിട്ടി 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 യാത്രക്കാ കിട്ടീന്. എന്താണ് പരിപാടി? എങ്ങനുണ്ട് ചാട്ടം? എങ്ങനുണ്ട് ചാടുമ്പോ?
എക്സ്പീരിയൻസ് എങ്ങനെ? പുളി വൈബാ? സൂപ്പറാ? എൻജോയ് ചെയ്യാണ്. അവിടെ ചാടാനൊന്നും പേടിയില്ല? അപ്പോൾ ഒരു പേടിയില്ല. ഞാൻ ഒന്ന് ഓടിച്ചാട് കണ്ട അവിടെ അപ്പൊ പേടുണ്ട് പേടുണ്ട് പേടുണ്ട്. അതായത് ഇവിടെ അഖ്ബാർ ബീച്ചിന്റെ പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു ദ്വീപാണ്. ഈ ദ്വീപില് പിന്നെ കൂടുതൽ ആളുകളൊന്നുമില്ല. ആളുകൾ ഇവിടെ താമസമല്ല, കടകളൊന്നുമില്ല. പിന്നെ ജിസാനിൽ നിന്ന് വരുന്ന ബോട്ടിൽ നിന്ന് വരുന്ന ആളുകൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഒരു പരിപാടിയാണ്. മുമ്പൊക്കെ ഇവിടെ കടകളും പിന്നെ കാര്യങ്ങളും താമസക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊറോണയ്ക്ക് ശേഷം ഇവിടെയൊക്കെ പിന്നെ ബന്ധായി പോയതാണ്. പിന്നെ ആരും ഇവിടേക്ക് അങ്ങനെ താമസക്കാരായിട്ടൊന്നും വന്നില്ല. ഏതായാലും ഇവിടെ വരുന്ന ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ മറ്റുള്ള പുറമെയുള്ള ആളുകളോ ജഗബൊക്കെ ഒച്ചപ്പാടോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ അഖ്ബാർ ബീച്ചിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ. ഈ ഐലൻഡ് സൂപ്പറാണ്. സൂപ്പറാണ്. എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ? അടിപൊളിയാണ്. ഇതിന്റെ മുമ്പ് വന്നോ അവിടെ? ഇല്ലല്ല. ഷെസുദ സൈഡിൽ നിന്നിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ. എൻജോയ് ചെയ്യണാണ്. ഹായ് ഷെസു. ഷെസു ഷെസു അടിപൊളി കളിയില്ല. ഭയങ്കര തിരക്കാണ് കേട്ടോ ഷെസു. മീൻ കിട്ടിയോ? മീനുണ്ടോ? അടിപൊളിയാണല്ലോ. എന്താണ് നിങ്ങൾ ജിദ്ദയിൽ ഇവിടെ വന്നപ്പോ എന്താ പറയാനുള്ളത് ജിസാനെ കുറിച്ചിട്ട്? ജിസാൻ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അല്ലേ? നിങ്ങൾ വിചാരിച്ച മാതിരി ജിസാൻ അല്ലല്ലോ ഇവിടെ വന്ന് നോക്കുമ്പോൾ? ഞാൻ ഒരു 15 വർഷം മുമ്പ് വന്നായിരുന്നു ജിസാനിൽ ഒന്നിന്. അപ്പോൾ അന്നത്തെ ഒരുപാട് മാറ്റം ഡെവലപ്പ് ആയിട്ടുണ്ട് അല്ലേ? അടിപൊളി സ്ഥലമാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? ഹായ് ഹായ് ഹായ്. എന്താ പരിപാടി? എന്താണ്ടാക്കണേ? കാസൽ. ആ രാജകുമാരിന്റെ കാസലോ? അത് ശരി അത് ശരി. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക? ഷെസൂന് കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുക അവിടെ? ഓക്കെ ഓക്കെ. എൻജോയ് ചെയ്യട്ടോ. അയ്യോ പായലെല്ലാം കൂടി തലയിൽ വെച്ചിട്ടാ. എന്താ സാധനം? ഏടെ ഭായി വെറുതെ തള്ളലി ഭായി എന്ത് തള്ളാണ് ഭായി? ഒന്നര പെട്ടി മതി അടച്ചാടി. അങ്ങനെ ഇതാ 3 ബോട്ട് ഞങ്ങൾ എടുക്കാൻ വേണ്ടി ഇതാ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. 3 ബോട്ടിന് ആളാണെന്ന് ഇപ്പോൾ ജിസാൻ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഒരു ബോട്ടിന് ഏകദേശം 450 റുപ്യ എടുത്തു വരും അല്ലേ? 450 റിയാല് റെന്റാണ് ഒരു ബോട്ടിന് എടുത്തു വരികയാണെങ്കിൽ. ഒരു 10-12 ആൾക്ക് സുഖമായിട്ട് പോരാ. പിന്നെ ഇവിടെ വന്നിട്ട് പകുതിയിൽ വെച്ചിട്ട് മീൻ പിടിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നിട്ട് കുളിച്ച് ചാടി അല്ലേ എൻജോയ് ചെയ്തിട്ട് പോവാം. ഏതായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ. ചൂടുണ്ടാവില്ല ഇവിടെ. നല്ല തണുപ്പ്, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് അല്ലേ? അതെ അതെ. ഇബ്രാഹിം അതാ നീന്തി വരുന്ന ഇബ്രാഹിം. ഇബ്രാഹിം ആദ്യമായിട്ടാണ് കടലിൽ കുളിക്കാൻ വരുന്നത് അല്ലേ? ഇവിടെ എന്താ പരിപാടി? ഹലോ ഇതെന്താ പരിപാടി? സ്പെഷ്യലാ? ഇതാണ് പുള്ളിപ്പറമ്പ് സ്പെഷ്യലാ? അപ്പൊ അഖ്ബാറിലെ കുളിയോ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ 3 ബോട്ടിലുള്ള ആരാണ് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചതെന്ന് നോക്കാം നമ്മൾ കൂടെ. ഓക്കെ ഓക്കെ. അതിന്റെ പേര് മീൻ പിടിച്ച് ശരിയാണോ നോക്കിക്കോട്ടെ. എവിടെ അല്ലല്ല ഞാൻ പോണ്ട് പോയ മീനവിടെ. നിങ്ങൾ മീനവിടെ? എവിടെ? അതാ മീൻ ഇവര് എത്രത്തോളം പിടിച്ചിട്ടുണ്ട്. എവിടെ? മാഷാഅല്ലാഹ് അത്യാവശ്യം മീനുണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിൽ അത്യാവശ്യം മീനുണ്ട്. നോക്കാം. ഇനി അടുത്തേക്ക് പോയി നോക്കാം. നമ്മളെ മീനവിടെ? എവിടെ മീന്? മാഷാഅല്ലാഹ് ഒരു 15 കിലോ മീൻ നമ്മൾ എടുത്തിട്ടോ. 15 കിലോ. അപ്പൊ ആയിക്കോട്ടെ പോയിക്കോളൂ. ബൈ ബൈ. അപ്പൊ അവര് പോയി മതിയാ?
ഇനി നമ്മള് മൂന്നാമത്തെ ബോട്ടിൽ എത്രത്തോളം മീൻ നമ്മൾ നോക്കാം. ഇവര് വലിയ തള്ളു കളിക്കും മീൻ അങ്ങനെ കിട്ടി പേൻ സമക് ഏനാ 1 2 3 4 മീനുണ്ട്. 6 മീനുണ്ട്. ഇതാ വലിയ തള്ളല്ലേ നിങ്ങള് 15 കിലോ മീൻ പിടിച്ചെന്നുള്ളത്. എന്താ 15 ഹംസ്താ കിലോ എന്താ എന്താ ഒരൊറ്റ വലിയ അങ്ങോട്ട് അടിക്കും. അല്ല ഇന്നിപ്പോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമക്ക് നാട്ടിലെത്തിയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. 15 കിലോ 16 കിലോ മീനായിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോണത്. ആ ദൂരെ കാണുന്ന ആ അബ്ബാറാണ് കേട്ടോ ഫർസാനിലേക്ക് പോണത്. രാവിലെ 7 മണിക്ക് പുറപ്പെട്ട യാത്ര ഏകദേശം ഒരു 11 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ച് ജിസാനിൽ തന്നെ എത്തിട്ടോ. എവിടെ ബോട്ടിന്റെ ഉള്ളിൽ കൂടെ ഇതിനിങ്ങനെ അങ്ങോട്ട് സ്റ്റാൻഡ് ചെയ്യണ നോക്കിക്കോളെ. നോക്കിക്കോളെ. അയ്യോ ബജ്ജിത ഇടിച്ചങ്ങോട്ട് കയറ്റാണ്. ഇടിച്ച് കയറ്റാണ് അങ്ങോട്ട് കേട്ടോ. അതെ അവിടെ എത്തിക്കോട്ടെ. അതാ അയ്യോ ഹായ് ഷെസു. എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെ? അടിപൊളി ട്രിപ്പല്ലേ മോനെ. പൊളി ട്രിപ്പാണ്. എന്താണ് പറയാണ്ടോ. അത് എൻജോയ് ചെയ്തില്ലേ? ഒരു 3-4 മണിക്കൂർ മീനും അത്യാവശ്യം നല്ല മീനും കിട്ടിയില്ലേ? മാഷാല്ലാ. സലീം ഇതാ മീനൊക്കെ കൊണ്ടുവരണം. മാഷാല്ലാ 15 കിലോ മീനിലുണ്ട് അല്ലേ? 15 കിലോ. ഓ അടിപൊളി മീൻ അതിലുണ്ട്. അങ്ങനെ യാത്ര എങ്ങണ്ട്? എൻജോയ് ചെയ്തില്ലേ? അല്ലേ? പൊളി ട്രിപ്പ് ആയിരുന്നു അല്ലേ? 2-3 മാസം 2-3 അത്യാവശ്യം മീനൊക്കെ കിട്ടിക്കൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് ആ മീനുകൊണ്ട് തന്നെ ആക്കാന്ന് വിചാരിച്ച്, അതുകൊണ്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് സൂക്കിൽ തന്നെ ഉള്ള ബംഗാളികളെടുത്ത് കൊടുത്ത് അവർ നന്നാക്കുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്. ഏകദേശം ഒരു 10-15 കിലോന്റെ താഴെയായിട്ടുണ്ടായിരുന്നു കേട്ടോ മീന്. നമ്മള് പിടിച്ച മീനങ്ങണ്ട് പൊളി മീനാണ് അല്ലേ? ആമൂറും ഷാവറും തന്നെ അല്ലേ? കാട്ടെ മോനെ ഇല്ല ഓരോന്ന് 3/4 കിലോ 1 കിലോന്റെ അടുത്തുണ്ട് അല്ലേ? ഓ ഇന്ന് പൊളിക്കും നമ്മള് പൊളിക്കൂ. ആദ്യം ഈ ഐറ്റം തിരിച്ചു മാറ്റി. അങ്ങനെ ക്ലീൻ ചെയ്ത മീൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അത് വേർതിരിച്ച്, അതായത് ഒരുപാട് വെറൈറ്റി മീനുകൾ ഉള്ളതുകൊണ്ട്, അതായത് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആണല്ലോ ഉള്ളത്. അപ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും അത് ഓഹരി വീതം വെക്കുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാം ഏകദേശം 8-9 ഓഹരി ആക്കിയതിന് ശേഷം എല്ലാ തരത്തിലുള്ള മീനും എല്ലാവർക്കും എത്തിക്കുന്ന രീതിയിൽ ഓഹരി വെച്ച് അന്നത്തെ വെള്ളിയാഴ്ച ഉച്ചക്കത്തെ ഫുഡ് മീനും ചോറും ആക്കി. അടിപൊളി ട്രിപ്പായിരുന്നു. എൻജോയ് ചെയ്തെല്ലാവരും.